once again, welcome back to virtual teaching. നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അതിലെ ഫസ്റ്റ് മൊഡ്യൂളുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ഡയറക്റ്റ് ടാക്സ്. എന്താണ് ഡയറക്റ്റ് ടാക്സ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ടാക്സ് ഈസ് ലീവ്ഡ് ആൻഡ് പെയ്ഡ് ഡയറക്ട്ലി ബൈ എ പേഴ്സൺ ഓർ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്ന ടാക്സ് ആണെങ്കിൽ അതിനാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. വൺ കനോട്ട് ഷിഫ്റ്റ് ദ പേയ്മെൻറ്റ് ഓഫ് ദിസ് ടാക്സ് ടു അനദർ എൻറ്റിറ്റി. ഒരു വ്യക്തിക്ക് താൻ അടയ്ക്കേണ്ട ആ ഒരു ടാക്സ് മറ്റൊരു വ്യക്തിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ബേർഡൻ കൈമാറാൻ വേണ്ടി സാധിക്കുകയില്ല. ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് ആർ ടു സച്ച് എക്സാമ്പിൾസ്. അപ്പോൾ ഈ ഡയറക്റ്റ് ടാക്സിൻ്റെ രണ്ട് എക്സാമ്പിൾസാണ് ഇൻകം ടാക്സും അതേപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സും. As per the Indian Income Tax Act 1961, it is mandatory for Indian as well as the foreign companies to pay direct taxes to the government. Indian Income Tax Act 1961 അനുസരിച്ച് ഇന്ത്യയിലുള്ള ഇന്ത്യൻ കമ്പനീസും അതേപോലെ തന്നെ ഫോറിൻ കമ്പനീസും തീർച്ചയായിട്ടും മാൻഡറ്ററി ആയിട്ടും കമ്പൽസറി ആയിട്ട് എന്താണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചിരിക്കണം എന്നാണ് ഫസ്റ്റിൻ്റെ ആൻസർ. വാട്ട് ആർ ഡയറക്റ്റ് ടാക്സിൻ്റെ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ്. സോ വാട്ട് ആർ ഇൻഡയറക്റ്റ് ടാക്സസ്? ഇൻഡയറക്റ്റ് ടാക്സസ് ഈസ് ലീഡ് ഓൺ എൻഡ് കൺസ്യൂമേഴ്സ് ഓഫ് പ്രൊഡക്റ്റ് സർവീസ് ആൻഡ് ഗുഡ്സ്. ഒരു ഉപയോഗിക്കുന്ന ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ പ്രൊഡക്റ്റിൻ്റെയോ അതിൻ്റെ എൻഡ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എൻഡ് യൂസേഴ്സ് അടയ്ക്കുന്ന ടാക്സാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. The government levies this tax on manufacturers and suppliers for the import, sale and also the purchase of goods. അപ്പോൾ ഗവൺമെൻറ് മെയിനായിട്ട് ഈ ടാക്സ് ലീവ് ചെയ്യുന്ന ആരൊക്കെയാണ്? മാനുഫാക്ചേഴ്സിനും അതേപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്ന സപ്ലയേഴ്സും പർച്ചേസ് ഓഫ് ഗുഡ്സും സെയിലും ഇതിനെല്ലാത്തിനാണ് മെയിനായിട്ട് ഈ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് വയ്ക്കുന്നത്. But unlike a direct tax, the responsibility of paying indirect tax can be passed on to customers. മാനുഫാക്ചേഴ്സിനും സപ്ലയേഴ്സിനൊക്കെയാണ് ഈ ടാക്സ് വരുന്നെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് പേ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം അത് കസ്റ്റമേഴ്സിലേക്ക് എന്ത് കൊടുക്കാം, അത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു, മാനുഫാക്ചേഴ്സ് സപ്ലയേഴ്സ് തന്നെ ടാക്സ് അടയ്ക്കണമായിരുന്നു. പക്ഷേ ഇത് ഇൻഡയറക്റ്റ് ടാക്സ് ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ആ റെസ്പോൺസിബിലിറ്റി കസ്റ്റമേഴ്സിലേക്ക് പാസ് ചെയ്യാൻ സാധിക്കും. എക്സൈസ് ഡ്യൂട്ടി, GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആർ ടു കോമൺ എക്സാമ്പിൾസ്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾസ് ആണ് എക്സൈസ് ഡ്യൂട്ടിയും അതേപോലെ തന്നെ ഈ GST നമ്മൾ പഠിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എല്ലാം. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. അപ്പം ഡിസ്കസ് ചെയ്തത് ഡയറക്റ്റ് ടാക്സ് എന്താണെന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്നൊക്കെയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ GST ആൻഡ് വാറ്റ്. അപ്പോൾ GST എന്നത് ഇപ്പോഴത്തെയും വാറ്റ് വാല്യൂ ആഡ് ടാക്സ് ആയിരുന്നു മുൻപ് GST വരുന്ന മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ GST എന്താണ്? GST എന്ന് പറയുമ്പോൾ ഗുഡ്സിലും സർവീസിലും ഇവിടെ ടാക്സബിൾ ആണ്. ഇവിടെ ആണെങ്കിലോ ഗുഡ്സ് ഓൺ ദ സെയിൽ ഓഫ് ഗുഡ്സിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. സർവീസ് ടാക്സ് ആണ് സർവീസിന് വേണ്ടിയുള്ളത്. അപ്പോൾ GST എന്ന് പറയുമ്പോൾ ഗുഡ്സും സർവീസ് ഇൻക്ലൂഡ് ആവും. വാറ്റിൽ എന്താണ്, ആകെ ഗുഡ്സ് മാത്രമേ ഉള്ളൂ. സർവീസിൻ്റെ കേസിന് വേറെ സെപ്പറേറ്റ് ടാക്സിൻ്റെ സർവീസ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ടാമത്തെയാണ് ഓൺ. ഇത് എപ്പോഴാണ് ഇതിൻ്റെ ആപ്ലിക്കബിൾ, എപ്പോഴൊക്കെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? GSTയുടെ ആപ്ലിക്കബിലിറ്റി വരുന്നത് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മളൊരു ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുമ്പോഴാണ് GST പേ ചെയ്യേണ്ടത്. പക്ഷേ വാറ്റ് ആണെങ്കിലോ അറ്റ് ദ ടൈം ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്, എപ്പോഴാണോ സെയിൽ നടക്കുന്നത് അപ്പോഴാണത് നമ്മൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് വാറ്റിൻ്റെ കേസിലാണെങ്കിൽ. ഇനി ടാക്സ് റേറ്റ് ആർ യൂണിഫോം അക്രോസ് ഇന്ത്യ. GSTയുടെ കേസിലാണെങ്കിൽ ഇന്ത്യയിൽ ഫുള്ളും ഒരേ ടാക്സ് റേറ്റ് തന്നെയാണ് വരുന്നത്. എന്നാൽ എന്താണ് വാറ്റിൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് റേറ്റ് ആൻഡ് ലോ ഇൻ ഈച്ച് സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിലും ഓരോ റേറ്റ്സും അതേപോലെ തന്നെ ഓരോ ലോ ആണ് അതിനെ ലീഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ദ അതോറിറ്റി. ആരൊക്കെയാണ് ഇനി ഇത് കളക്ട് ചെയ്ത് നോക്കാം. GSTയുടെ കേസിലാണെങ്കിൽ ദ കളക്റ്റഡ് ടാക്സ് ഇസ് ഈക്വലി ഷെയർഡ് ബൈ ദ സ്റ്റേറ്റ് ഓർ ദ സെൻട്രൽ ഗവൺമെൻറ്. സ്റ്റേറ്റും അതേപോലെ സെൻട്രൽ ഗവൺമെൻറ്റേക്ക് അത് ഈക്വലി ആയിട്ടേക്കും അത് എൻജോയ് ചെയ്യുക. എന്നാൽ വാറ്റിൻ്റെ കേസിലാണെങ്കിലോ ദ കളക്റ്റഡ് ടാക്സ് ഇസ് കൺഫൈൻഡ് ടു ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ സെയിൽ ടേക്സ് പ്ലേസ്. ഏത് സ്റ്റേറ്റിലാണോ ആ സെയിൽ നടന്നത് അവിടെയായിരിക്കും ആ ടാക്സ് കളക്ട് ചെയ്യുക. ഇനി മോഡ് ഓഫ് പേയ്മെൻറ്റ്, ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പേയ്മെൻറ്റ് ഓപ്ഷൻ അവൈലബിൾ. അപ്പോൾ എന്താണ്, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, GST പേ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ പേയ്മെൻറ്റ് ഈസ് മാൻഡറ്ററി ഇഫ് ദ GST പേയബിൾ ഇസ് മോർ ദാൻ ₹10,000. ഇപ്പോൾ GST നമുക്ക് അടയ്ക്കേണ്ടത് 10,000 രൂപയിൽ കൂടുതലാണെങ്കിൽ അത് ഉറപ്പായിട്ടും ഓൺലൈൻ തന്നെ അടച്ചിരിക്കണം.
ഇനി എന്താണ് ഇതിൻ്റെ വാറ്റിൻ്റെ കേസിലാണെങ്കിൽ ഓൺലി ഓഫ്ലൈൻ പേയ്മെൻറ്റ് ഓപ്ഷൻ ഈസ് അവൈലബിൾ. ഓഫ്ലൈനായിട്ട് മാത്രം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് ആണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ബെനിഫിറ്റ് ഈസ് അവൈലബിൾ. GSTയുടെ കേസിലാണെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് എ ടാക്സ് പെയർ ക്യാൻ ക്ലെയിം ദ ക്രെഡിറ്റ് ഓൺ ദ സപ്ലൈസ് ഗുഡ്സ് ഓർ സർവീസ് റിസീവ്ഡ്. അപ്പോൾ എന്ത് ചെയ്യാം, അവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ടാക്സ് പെയേഴ്സിന് ഉണ്ട്. അപ്പോൾ അതിൻ്റെ റൈറ്റ് ആകുള്ള എവിടെ മാത്രമാണ്, GSTയിലാണ്. എന്നാൽ നോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ബെനിഫിറ്റ് ഈസ് അവൈലബിൾ ഓൺ കസ്റ്റമർ ഡ്യൂട്ടി പെയ്ഡ്. കസ്റ്റമർ ഡ്യൂട്ടി പെയ്ഡിലൊന്നും എന്തല്ല, വാറ്റിലൊന്നും എന്തില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇല്ല. ഇനി ആരാണ് ഈ ടാക്സ് കളക്ട് ചെയ്യുന്നത്? കൺസ്യൂമർ സ്റ്റേറ്റ്. ഏത് സ്റ്റേറ്റാണോ ഇത് കൺസ്യൂം ചെയ്യുന്നത്, ആ കൺസ്യൂമർ ഇരിക്കുന്ന എവിടെയാണോ ആ സ്റ്റേറ്റ് ആയിരിക്കും ടാക്സ് കളക്ട് ചെയ്യുക. വാറ്റിൻ്റെ കേസിലാണെങ്കിൽ സെല്ലർ സ്റ്റേറ്റ് ആയിരിക്കും ടാക്സ് കളക്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ. അപ്പോൾ നമ്മൾ ഡിഫറൻസ് നോക്കി, ഇതൊക്കെയാണ് അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ GST ആൻഡ് വാറ്റ്. ക്ലിയർ ആയല്ലോ എല്ലാ പോയിൻറ്റ്സും? അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് GST. എന്താണ് GST നോക്കാൻ പോകുന്നത്. GST ഈസ് നോൺ ആസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. GSTയുടെ ഫുൾ ഫോം ആ രീതിയൊക്കെ എന്താണ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇറ്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് ടാക്സ് വിച്ച് ഹാസ് ബീൻ റീപ്ലേസ് മെനി ഇൻഡയറക്റ്റ് ടാക്സ് ഇൻ ഇന്ത്യ സച്ച് ആസ് എക്സൈസ് ഡ്യൂട്ടി, വാറ്റ്, സർവീസ് ടാക്സ് എക്സെട്ര. അപ്പോൾ GST എന്നത് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അതേപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നു, നമ്മുടെ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന കുറേ ഇൻഡയറക്റ്റ് ടാക്സ് ലൈക്ക് എക്സൈസ് ഡ്യൂട്ടി, വാറ്റ്, സർവീസ് ടാക്സ്, ഇങ്ങനെയുള്ള എല്ലാ ടാക്സിൻ്റെയും റീപ്ലേസ് ചെയ്തിട്ട് വന്ന ഒറ്റൊരു ഇൻഡയറക്റ്റ് ടാക്സാണ് GST എന്നത്. The Goods and Service Tax Act was passed in the Parliament on 29th March 2017. അപ്പോൾ GSTയുടെ ആക്ട് പാർലമെൻറ്റിൽ പാസ്സായത് 29th March 2017 അത് നമ്മുടെ ഇന്ത്യയിൽ എഫക്റ്റിൽ വന്നത് എന്നാണ് 1st July 2017. In other words, Goods and Service Tax or GST is lead on the supply of goods and services. അപ്പോൾ എന്താണ്, GST എന്നത് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ സപ്ലൈയിലാണ് അത് ടാക്സ് പേ ചെയ്യേണ്ടത്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ലോ ഇൻ ഇന്ത്യ ഈസ് എ കോംപ്രഹെൻസീവ് മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. GST എന്നത് ഇന്ത്യയിൽ GST എന്നതാണ് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള മൾട്ടി സ്റ്റേജസ് ഉള്ള ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ് GST. ദാറ്റ് ഈസ് ലീഡ് ഓൺ എവറി വാല്യൂ അഡീഷൻ. അത് എന്താണ്, ദാറ്റ് ലീഡ് ഓൺ എല്ലാ വാല്യൂ അഡീഷനിലും അത് ലീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. GST ഈസ് എ സിംഗിൾ ഡൊമസ്റ്റിക് ഇൻഡയറക്റ്റ് ടാക്സ് ലോ ഫോർ ദ എൻറ്റയർ കൺട്രി. അപ്പോൾ GST എന്നത് നമ്മുടെ ഇന്ത്യയിൽ മാത്രം ബാധകമായിട്ടുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇന്ത്യയിൽ ഫുള്ളും എൻറ്റയർ കൺട്രിയിലും ആ ഒരു സിംഗിൾ ടാക്സ് സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഒരു യൂണിഫോം ടാക്സ് സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് GST എന്നത്. അപ്പോൾ 2 മാർക്കോ 3 മാർക്കോ ആണെങ്കിൽ ഇത്ര ഇരിക്കാൻ ഫുള്ള് കിട്ടും. അപ്പോൾ ഇതാണ് വാട്ട് ഈസ് GST. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് GST ഇൻ ഇന്ത്യ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് GST. ഇന്ത്യയിൽ മെയിനായിട്ട് 4 ടൈപ്പ് ഓഫ് GST ഉള്ളത്. ഒന്നാമത്തത് SGST സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. രണ്ടാമത്തത് CGST സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. തേർഡ് വൺ IGST ഇൻറ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ആൻഡ് ലാസ്റ്റ് വണ്ണാണ് UGST യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഈ 4 ടൈപ്പ് ഓഫ് GST ഉള്ളത് SGST, CGST, IGST, UGST. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് CGST. CGST ആരാണ് കളക്ട് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ആണ് അത് നോക്കുന്നത് CGST. പിന്നെന്താണ്, ഇത് ഒരു സിംഗിൾ സ്റ്റേറ്റിൽ തന്നെ നമ്മുടെ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിലാണ് ഈ CGST വരുന്നത്. നെക്സ്റ്റ് ആണ് SGST എന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആണ്. അതും ഇതേപോലെ തന്നെ വിത്തിൻ എ സിംഗിൾ സ്റ്റേറ്റ് തന്നെയാണെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആകുമ്പോഴാണ് നമ്മൾ SGST നോക്കുന്നത്. ഇവിടെയും അപ്പോൾ SGSTയുടെ കേസ് വരാണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ അവിടെ അടയ്ക്കുന്ന 2 ടാക്സാണ് SGST, IGST എന്നത്. നെക്സ്റ്റ് ആണ് IGST എന്താണ്, ഇൻറ്റഗ്രേറ്റഡ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർ സ്റ്റേറ്റ് ഉണ്ടാവും. 2 സ്റ്റേറ്റ്സ് തമ്മിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് തമ്മിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി തമ്മിലോ നമ്മളിവിടെ സെയിൽ നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഗുഡ്സ് മാറുകയാണെങ്കിൽ അതാണ് ഇൻ്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിൽ വാങ്ങിക്കുന്നത് IGST ആണ്. IGST. നെക്സ്റ്റ് UTGST എന്താണ്, യൂണിയൻ ടെറിട്ടറി ഗവൺമെൻറ് ആയിരിക്കും. യൂണിയൻ ടെറിട്ടറി ആയിരിക്കും അവർ ഹാൻഡിൽ ചെയ്യുക. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു യൂണിയൻ ടെറിട്ടറിയിൽ തന്നെ വിത്തിൻ എ യൂണിയൻ ടെറിട്ടറി തന്നെ നടത്തുകയാണെങ്കിൽ കൺസ്യൂമറും സെല്ലറും രണ്ടുപേരും സെയിം യൂണിയൻ ടെറിട്ടറി തന്നെയാണെങ്കിൽ ഇതാണ് UTGST. അപ്പോൾ സപ്ലയറും സെയിലറും ബയ്യറും രണ്ട് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലും യൂണിയൻ ടെറിട്ടറിയിലാണെങ്കിലോ എന്താണത് പറയുന്നത് IGST ആണ്. ഇൻ്റർ സ്റ്റേറ്റ് ആണ്. ബാക്കി 2 ഇൻട്രാ സ്റ്റേറ്റ് ആണ്. SGSTയും CGSTയും ഒക്കെ ആണെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് എന്താണ്, വിത്തിൻ എ സ്റ്റേറ്റ്. 2 പ്രൊഡ്യൂസറും സപ്ലയറും രണ്ടും ഒരേ സ്റ്റേറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അതാണ് 4 ടൈപ്പ് ഓഫ് GST.
സിക്സ്ത് വണ്ണാണ് ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആൻഡ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. എന്താണ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈയും എന്താണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ? GST interstate. According to GST, when the supply of goods and services takes place across the borders of two states or union territory, it is called interstate supply of GST. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ സപ്ലൈ എന്നത് നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെ ബോർഡർ കടന്നു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ യൂണിയൻ ടെറിട്ടറിയിൽ വെച്ചാൽ അങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലോ ഒരു യൂണിയൻ ടെറിട്ടറിയിലോ ആവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് GST. Under the interstate supply, one has to pay only the IGST and not CGST or SGST. അങ്ങനെ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ നടത്തുകയാണെങ്കിൽ അവിടെ ആ വ്യക്തിക്ക് ആകെ അടയ്ക്കേണ്ടത് IGST മാത്രമാണ്. അയാൾക്ക് എന്തടയ്ക്കേണ്ട ആവശ്യമില്ല, CGSTയും SGSTയും അടയ്ക്കേണ്ട ആവശ്യമില്ല. GST interstate also includes supply made by the cess. സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ട്, നമ്മുടെ സാധാ ടാക്സ് എന്നല്ല അവിടെ ഉള്ളത്. അപ്പോൾ സ്പെഷ്യൽ എക്കണോമിക് സോണിലാണെങ്കിലും അവിടെ GST അടയ്ക്കേണ്ടത് ഇൻ്റർ സ്റ്റേറ്റ് ആയിട്ട് തന്നെയാണ്. IGST ആണ്, CGST SGST അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഇൻ്റർ സ്റ്റേറ്റ്. ഈ നെക്സ്റ്റ് വണ്ണാണ് ഇൻട്രാ സ്റ്റേറ്റ്. അപ്പോൾ എന്താണ് ഇൻട്രാ സ്റ്റേറ്റ്? ദ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഇൻ GST ഈസ് വെൻ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടേക്ക് പ്ലേസ് വിത്തിൻ ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതിൻ്റെ സപ്ലൈ നടക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് GST ഇൻട്രാ സ്റ്റേറ്റ് എന്നത്. അണ്ടർ ദിസ് ദ ഇൻഡിവിജ്വൽ ഹാസ് ടു പേ ബോത്ത് CGST ആൻഡ് SGST. ഇവിടെ കേസിൽ എന്ത് ചെയ്യണം, ഇൻഡിവിജ്വൽ പേ ചെയ്യേണ്ടത് CGSTയും അതേപോലെ SGST ആണ് പേ ചെയ്യേണ്ടത്. ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ദ ടാക്സ്. എന്നർത്ഥം എന്താണ്, ടാക്സിൽ കൂടി എന്നല്ല അർത്ഥം, അത് വന്നാലും സെയിം റേറ്റിന് അടച്ചാൽ മതി, വേറെ വ്യത്യാസമൊന്നുമില്ല. റാദർ ഇറ്റ് ഈസ് ഈക്വൽ ടു IGST ആൻഡ് ഇസ് ജസ്റ്റ് ഡിവൈഡ് ഈക്വൽ ഇൻ ദ നെയിം ഓഫ് CGST ആൻഡ് SGST. അതും IGST ആയിട്ട് ഈക്വൽ തന്നെയാണ്, പക്ഷേ ജസ്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് എത്ര രൂപ വേണോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് എത്ര രൂപ വേണോ അങ്ങനെ ഡിവൈഡ് ചെയ്തേക്കാണ്. CGST SGST ആയിട്ട് ആ നെയിമിൽ ജസ്റ്റ് ഡിവിഷൻ വരുത്തുന്നേ ഉള്ളൂ. ഇൻ ദ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ഇൻ GST ബോത്ത് സപ്ലയർ ആൻഡ് ബയർ ബിലോങ് ടു ദ സെയിം സ്റ്റേറ്റ്. ഇൻട്രാസ്റ്റേറ്റ് ആണെങ്കിൽ എന്താണ്, സപ്ലയറും ബയറും രണ്ടുപേരും സെയിം സ്റ്റേറ്റ് തന്നെയായിരിക്കും. ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിൽ രണ്ടുപേരും ഡിഫറെൻറ്റ് സ്റ്റേറ്റോ അല്ലെങ്കിൽ ഒരാൾ സ്റ്റേറ്റിലും ഒരാൾ യൂണിയൻ ടെറിട്ടറിയിലും ആയിരിക്കും. ഏഴാമത്തെ ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ GST കൗൺസിൽ. GST കൗൺസിൽ എന്താണെന്ന് നോക്കാം. ഇനി GST Council is a governing body to regulate and direct each and every step for the implementation of goods and service tax in the nation with decision over tax rate and further implementation measures. ഇപ്പോൾ GST Council എന്ന് പറഞ്ഞിട്ട് ഒരു ഗവേണിംഗ് ബോഡിയാണ്. നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിലെ എല്ലാ സ്റ്റെപ്സും എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്ത് നോക്കുന്ന, അത് ഡിസിഷൻ എടുക്കുന്ന ഒരു കൗൺസിലാണ് GST കൗൺസിൽ. ഗവേണിംഗ് ബോഡിയാണ് GST കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൽ എന്തൊക്കെ മെമ്പേഴ്സ് ഉള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ആണ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. അപ്പോൾ നമ്മുടെ കൗൺസിലിൻ്റെ ചെയർപേഴ്സണായി വരുന്ന ആരാണ്, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ഓർ ഫിനാൻസ് ആസ് എ മെമ്പർ ഓഫ് കൗൺസിൽ. അപ്പോൾ മെമ്പർ ഓഫ് കൗൺസിൽ ആർക്കായിരിക്കും, ഒന്നില്ലെങ്കിൽ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, അതെന്താണ് യൂണിയൻ മിനിസ്റ്റർ, ഒന്നില്ലെങ്കിൽ റവന്യൂ ഇൻ ചാർജ് അല്ലെങ്കിൽ ഫിനാൻസ് ഇൻ ചാർജ് ആയിരിക്കണം, അവരായിരിക്കുന്ന മെമ്പേഴ്സ്. പിന്നെന്താണ്, മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ഓർ ടാക്സേഷൻ ഓർ എനി അതർ മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ഈച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെയും ഫിനാൻസിലെയും അതുപോലെ ടാക്സേഷനിലെയും ഇൻചാർജ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ് ഉണ്ടാവും. അതല്ലെങ്കിൽ വേറെ ഏത് മിനിസ്റ്റർ ആയിക്കോട്ടെ ആ സ്റ്റേറ്റ് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ആസ് മെമ്പർ ഓഫ് ദ കൗൺസിൽ, അവരും നമ്മുടെ കൗൺസിലിൻ്റെ മെമ്പറായിട്ട് വരുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് GST കൗൺസിലിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് GST. എന്തെല്ലാമാണ് GSTയുടെ അഡ്വാൻറ്റേജസ് എന്നാണ്. സോ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ഇറ്റ് എലിമിനേറ്റ് ടാക്സ് ഓൺ ടാക്സ് എഫക്റ്റ്. GST വരുമ്പോൾ നമുക്കറിയാം പല ടാക്സുകളുണ്ടായി, വാറ്റ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റം ഡ്യൂട്ടി, സർവീസ് ടാക്സ്, പല ടാക്സ് ഉണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ ടാക്സ് അടയ്ക്കുന്നതോറും ടാക്സ് അടച്ചുകൊണ്ടേയിരിക്കണം. സെയിം പ്രൊഡക്റ്റിന് നമ്മൾ പല ടൈമിൽ പല സ്റ്റേജിലും ടാക്സ് അടയ്ക്കണം. അപ്പോൾ അവിടെ ടാക്സ് ഓൺ ടാക്സ് എഫക്റ്റ് വരാം. അപ്പോൾ GST വന്നതോടെ ആ ഒരു ടാക്സ് ഓൺ ടാക്സ് എഫക്റ്റ് അല്ലെങ്കിൽ കാസ്കേഡിങ് എഫക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു എഫക്റ്റ് അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഈ അടുത്ത് എന്താണ് വൺ ടാക്സ്. ഇപ്പം നമുക്കറിയാം GST മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറേ ടാക്സിന് അത് എല്ലാത്തിനെയും കളഞ്ഞ് നമ്മുടെ നേഷനിൽ ഫുള്ളും വൺ ടാക്സ് ആക്കി മാറ്റി. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എവിടെ പോയാലും നമുക്ക് ആകെ ടാക്സ് ഉള്ളൂ GST. നെക്സ്റ്റ് ആണ് ഡിക്രീസ് ഇൻ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ്. ഓരോ സ്റ്റേജിലും ഇങ്ങനെ ടാക്സ് പേ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുക. അവസാനം കൺസ്യൂമറിലേക്ക് എത്തുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വളരെയധികം
കൂടിയിരിക്കും. അപ്പോൾ GST വന്നതോടെ ഈ ഒരു ടാക്സ് ഓൺ ടാക്സ് എഫക്റ്റ് ഇല്ലാണ്ടായോടെ ഒറ്റൊരു ടാക്സ് മാത്രം മതി. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് എലിമിനേറ്റ് ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സേഷൻ. എന്താണ്? പല ടാക്സുകൾ അടയ്ക്കേണ്ട, നമ്മുടെ കസ്റ്റമറിന് സുഖമായിട്ട് ഇപ്പോൾ ഒരു ടാക്സ് മാത്രം അടച്ചാൽ മതി, അദ്ദേഹത്തിന് കുറേ ടാക്സുകൾ അടച്ച് ബുദ്ധിമുട്ടേണ്ട വരുന്നില്ല. അപ്പോൾ മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സേഷൻ അവിടെ എലിമിനേറ്റ് ചെയ്യുകയാണ്. റെഡ്യൂസ് ദ കറപ്ഷൻ. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ കുറേ ടൈപ്പ് ഓഫ് ടാക്സ് ഉണ്ടായി GST വരണ മുമ്പ് തന്നെ. അതുപോലെ തന്നെ ഓരോ സ്റ്റേജിലും ടാക്സ് കളക്ഷൻ ഉണ്ടായി. അപ്പോൾ കറപ്ഷൻ ഓഫ് ടാക്സ് നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കള്ളത്തരം ചെയ്യാനും അതുപോലെ തന്നെ ടാക്സിൽ നിന്ന് വെട്ടിപ്പുറത്താനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഇത് എലിമിനേറ്റ് ചെയ്യാൻ GST സാധിക്കും. കാരണം GST വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ടാക്സ് സിസ്റ്റമാണ്. എല്ലാ കാര്യങ്ങളും ടാക്സ് പേ ചെയ്യണതും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് GST പോർട്ടലിൽ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കറപ്ഷൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ലാസ്റ്റ് പോയിൻ്റാണ് യൂണിഫോമിറ്റി ഓഫ് ടാക്സ് റേറ്റ്സ്. നമ്മുടെ അറിയാം ഇന്ത്യയിൽ GST മാത്രമേ മാറിയപ്പോൾ ടാക്സ്, അതുകൊണ്ട് തന്നെ GST ടാക്സ് റേറ്റ് എന്നത് സെയിം ആയിരിക്കും. ഇപ്പോൾ വാറ്റിൻ്റെ കേസിലാണെങ്കിൽ, വാല്യൂ ആഡ് ടാക്സിൻ്റെ കേസിലാണെങ്കിൽ ഓരോ സ്റ്റേറ്റിലും ഓരോ റൂളാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേറ്റിലും ഓരോ ടാക്സ് റേറ്റ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ GST കേസിലാണെങ്കിൽ ഓൾ ഇന്ത്യ എല്ലാവർക്കും ഒരേ ടാക്സ് റേറ്റാണ്, യൂണിഫോം ടാക്സ് റേറ്റാണ്. അതാണ് യൂണിഫോമിറ്റി ഓഫ് ടാക്സ് റേറ്റ്. ഈ 9th ക്വസ്റ്റ്യൻ ആണ്, എന്താണ് GSTN? GSTൻ്റെ ഫുൾ ഫോം എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക്. അതാണ് GSTN എന്നത്. അപ്പോൾ ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് ഓർ GSTN ഈസ് എ നോൺ പ്രോഫിറ്റ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ. ഒരു നോൺ പ്രോഫിറ്റ് അതേപോലെ തന്നെ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ് GSTN എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് വിൽ മാനേജ് ദ എൻറ്റയർ IT സിസ്റ്റം ഓഫ് ദ GST പോർട്ടൽ. GST പോർട്ടലിൻ്റെ എൻറ്റയർ IT സിസ്റ്റത്തിനെയും മാനേജ് ചെയ്യുന്നത് GSTN ആണ്. വിച്ച് ഈസ് ദ മദർ ഡാറ്റാബേസ് ഓഫ് എവറിത്തിങ് GST. GSTയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നത് GSTN ആണ്. അതുകൊണ്ട് അതൊരു മദർ ഡാറ്റാബേസ് എന്നാണ് പറയുന്നത്. ദ ഗവൺമെൻറ് വിൽ യൂസ് ദിസ് പോർട്ടൽ ടു ട്രാക്ക് എവറി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആൻഡ് പ്രൊവൈഡ് ടാക്സ് പെയർ വിത്ത് ഓൾ സർവീസസ് ഫ്രം രജിസ്ട്രേഷൻ ടു ഫയലിംഗ് ടാക്സ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓൾ ടാക്സ് ഡീറ്റെയിൽസ് എക്സെട്ര. അപ്പോൾ ഗവൺമെൻറ് ഈ ഒരു പോർട്ടൽ GST പോർട്ടൽ യൂസ് ചെയ്തിട്ടാണ് എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ട്രാക്ക് ചെയ്യുന്നത്. അതുവഴി ടാക്സ് പേയേഴ്സിന് അവർക്കനുസരിച്ചുള്ള എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു ടാക്സ് പേയറിന് രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ അത് GST പോർട്ടൽ ചെയ്യാം, അദ്ദേഹത്തിന് ടാക്സ് ഫയൽ ചെയ്യാം, അതേപോലെ തന്നെ എല്ലാ ടാക്സ് ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. ഇതാണ് GSTN അല്ലെങ്കിൽ GST നെറ്റ്വർക്ക്. നെക്സ്റ്റ് ആണ് ഇനി GSTIN. എന്താണ് GSTIN? GSTIN ഈസ് GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഒരു GST നമ്പർ അല്ലെങ്കിൽ GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് GSTIN എന്ന് പറഞ്ഞിട്ടുള്ളത്. എ GSTIN ഈസ് എ 15-digit PAN-based unique identification number allowed to every registered person under GST. അപ്പോൾ GSTIN എന്നത് ഒരു 15-digit PAN-based unique identification നമ്പറാണ്. അത് എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും GSTയിൽ രജിസ്റ്റേർഡുള്ള എല്ലാ ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട്. As a GST registered dealer, you might want to do a GST number GSTIN verification before entering into the GST return. അപ്പോൾ GST റിട്ടേൺസ് ഒക്കെ എൻ്റർ ചെയ്യണ മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ GST നമ്പർ അല്ലെങ്കിൽ വെരിഫിക്കേഷനായിട്ട് നമ്മളത് ചെയ്തിരിക്കണം. ഇനി 11th one ആണ്, വാട്ട് ഈസ് ഹാർമോണൈസ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ഓർ HSN കോഡ്? എന്താണ് HSN കോഡ്? HSN സ്റ്റാൻഡ്സ് ഫോർ ഹാർമോണൈസ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ കോഡ്. അപ്പോൾ അതാണ് HSN കോഡ്. ദിസ് ഈസ് എ 6-digit കോഡ് ദാറ്റ് ക്ലാസിഫൈ വേരിയസ് പ്രൊഡക്ട്സ്. അപ്പോൾ HSN എന്നത് ഒരു 6-digit കോഡാണ്. അത് എല്ലാ പ്രൊഡക്ട്സിനെയും ഓരോ കോഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഹാസ് ബീൻ യൂസിങ് HSN കോഡ് സിൻസ് 1986 ടു ക്ലാസിഫൈ കമോഡിറ്റീസ് ഫോർ കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ്. അപ്പോൾ കസ്റ്റംസിനും അതുപോലെ തന്നെ സെൻട്രൽ എക്സൈസിനും വേണ്ടി തന്നെ 1986 തൊട്ടാണ് ഇന്ത്യ HSN കോഡ് യൂസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടായി. HSN കോഡ് അപ്ലൈ ടു കസ്റ്റംസ് ആൻഡ് GST. അതുകൊണ്ട് തന്നെ HSN എന്തിനും അപ്ലൈ ചെയ്യുന്നുണ്ട്? GST കൂടി അപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് HSN കോഡ്. നെക്സ്റ്റ് ആണ് ഇനി വാട്ട് ഈസ് SAC ഓർ SAC ഇൻ GST? എന്താണ് SAC? സർവീസ് അക്കൗണ്ടിംഗ് കോഡാണ് SAC എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഫ്രെയിംഡ് ബൈ ദ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ്. അപ്പോൾ എന്താണ് അത്? CBIC കൊണ്ടുവന്നിരിക്കുന്ന ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് സർവീസ് അക്കൗണ്ടിംഗ് കോഡ്. ഇപ്പോൾ ഹാർമോണൈസ് HSN കോഡ് എന്നത് പ്രൊഡക്ട്സിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ സർവീസിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള കോഡാണ് ഈ സർവീസ് അക്കൗണ്ടിംഗ് കോഡ് എന്നത്. ദീസ് കോഡ് ആർ യൂസ് ടു ഐഡൻറ്റിഫൈ സർവീസ് ആൻഡ് GST റേറ്റ് ടു കമ്പ്യൂട്ട് ടാക്സ് ലയബിലിറ്റി. അപ്പോൾ ഓരോ സർവീസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതേപോലെ തന്നെ എന്തോരം ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട്, ആ GST റേറ്റ്സ് എന്തോരം ഉണ്ടെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ SAC എന്നത്
യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവാണ്. അതിൽ ഒന്നോ രണ്ടോ കൂടുതൽ യൂണിറ്റ്സ് തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാ യൂണിറ്റ്സിലെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായി. ഈ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഈ നോട്ട്സിൻ്റെ PDF വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഈ നോട്ട്സ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നോട്ട്സ് കാണാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.